ശ്രീ പി വി അൻവർ, ഇവിടെ ഇത്രയും ദിവസമാകുന്നു ഒരു കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി ഉണ്ടാകുന്നു, അതിൽ ഹിന്ദു എന്ന പത്രത്തിന് കൊടുക്കുന്ന ഒരു അഭിമുഖം ഉണ്ടാകുന്നു. ഇത്രയും മണിക്കൂറായി കീസൺ ആരാണ്, കീസൺ എന്താണ്, അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നവർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ താല്പര്യം എന്നിപ്പോഴും നമുക്ക് മുന്നിൽ അവ്യക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പി വി അൻവർ? ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ കിസാന് ഒരു പക്ഷേ ഭാരതീയ കിസാൻ സഭ അതായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ വിടാം. എനിക്ക് ആശ്മിയോട് പറയാനുള്ളത്, എന്തിനാണ് ആശ്മി ഇതിന് സമയം കളയുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? മനുഷ്യനെ കളിയാക്ക PR ഏജൻസി ഏതാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ പങ്കെടുത്തവരാരാന്ന് പറയില്ല. ഇതൊന്നും ഇനി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഹിന്ദു പത്രത്തിന് ഈ ഇൻ്റർവ്യൂ കൊടുത്ത് ആ പത്രം അച്ചടിച്ച് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ച് ഏകദേശം ഒരു 15 മണിക്കൂർ കഴിയുമ്പോഴാണ് രാത്രി 8:30 മണിക്ക് കോഴിക്കോട് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തി കാണിച്ച് മാമി കേസിൽ ഇതെന്താണെന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ തെറ്റ് പറ്റിയിരുന്നാണെങ്കിൽ ഈ പത്രം ഇറങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന പത്രക്കുറിപ്പ് വരണ്ടേ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും. ഇത് CM പറയാത്തൊരു കാര്യമാണ്. ഇത് പത്രത്തിനെ പറ്റിപ്പോയ തെറ്റാണ്, അത് പത്രം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നിട്ടുണ്ടാവും. ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ലല്ലോ. 30 മണിക്കൂറിന് ശേഷമാണ് പത്രം അച്ചടിച്ച് ഇറങ്ങി 30 മണിക്കൂറിന് ശേഷമാണ് ഈ വിഷയം ഒരു വലിയ ചർച്ചയാവുന്നത്. ആ ചർച്ചയായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു PR ഏജൻസി നടത്തിയ ഒരു ഗെയിമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി CMO വരുന്നതും ഹിന്ദു പത്രത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് കാണിക്കുന്നതും. അതിൻ്റെയൊക്കെ എന്താ പറയുക, നിജസ്ഥിതി എന്താണെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ റഹീം തന്നെ പറഞ്ഞു ഇതിന് റെക്കോർഡ് ഉണ്ടാകും. റെക്കോർഡ് ഹിന്ദുവിൻ്റെ അടുത്ത് മാത്രമല്ല, CM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് പുറത്തു വിടാൻ CMO തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഈ വിഷയം ഉന്നയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊന്ന് തരുമോ? ഇനിയിപ്പോ വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി. കാരണം അതൊന്ന് ഫോറൻസിക്കിന് കൊടുത്തു നോക്കാം. ഈ റെക്കോർഡിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമില്ല എന്നാണല്ലോ പറയുന്നത്. ഇനി ആ റെക്കോർഡിൽ അത് വെട്ടിത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയിലാകും. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് അതിന് തയ്യാറുണ്ടോ? ഈ 2 ചോദ്യമാണ് അതിനുള്ളത്. മറ്റൊരു കാര്യം, ഇത് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. ഹിന്ദു പത്രത്തിനോട് പറയുന്നതിന് മുമ്പ് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഈ കള്ളക്കടത്തുകാരുടെ പുറകിലാണ് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഇത് മലപ്പുറത്താണ് ഈ പറയുന്ന കള്ളക്കടത്ത് കേസിൽ 129 കേസും പിടിക്കപ്പെട്ടത് മലപ്പുറത്ത് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? ഈ പറയുന്ന കണക്കുകളൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഹിന്ദുവിനോട് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ ഇതൊക്കെ ആൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും മലപ്പുറത്തെയും മലബാറിലെയും മുസ്ലിം സമുദായം വർഗീയവാദികളാണ് എന്ന് ക്ലിയർ ചെയ്യാനും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ സന്തോഷിപ്പിക്കാനുമല്ലോ ഹിന്ദു പത്രത്തിൽ പോയത്. കേരളത്തിലൊരു പത്രത്തിന് എന്താ ഈ രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കാത്തത്? ആ പത്രക്കാർ ചോദിക്കും. ഹിന്ദു ആകുമ്പോൾ അറേഞ്ച്ഡ് ഒരു ഇന്റർവ്യൂ ആകുമ്പോൾ എഴുതി തയ്യാറാക്കിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോന്നാൽ മതി. കാരണം ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നാണല്ലോ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിൽ ആരും കാണൂല. ഈ പത്രം എത്ര പേര് കേരളത്തിൽ വായിക്കുന്നുണ്ട്? അവരൊന്നും രാഷ്ട്രീയത്തിൽ വായിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ താല്പര്യം വളരെ കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അതങ്ങനെ മൂടിപ്പോകും. BJPയും RSS നേതൃത്വത്തെയും സന്തോഷിപ്പിക്കാൻ ഈ പത്രം ഇറങ്ങിയ അന്ന് രാവിലെ തന്നെ ആ പത്രം എടുത്ത് കാണിക്കേണ്ടതുണ്ടാവും. ഇന്നിപ്പോ റഹീം ഇതുവരെ ഇന്നലെ മുതൽ നമ്മൾ ചോദിക്കുന്നു, എല്ലാവരോടും ചർച്ചയിൽ വരുന്ന പ്രതിനിധികളോട് ചോദിക്കുന്നു, മന്ത്രിമാരോട് ചോദിക്കുന്നു, എല്ലാവരോടും ചോദിക്കുന്നു, ആരും പറയുന്നില്ല, അന്വേഷിക്കുന്നു. പക്ഷേ ഇന്ന് ഈ വൈകുന്നേരമാകുമ്പോഴേക്കും ചർച്ചയിൽ റഹീം MP പറയാൻ ധൈര്യം കാണിക്കുകയാണ്, അതിൽ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും. വിശ്വസിച്ചൂടെ? ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കുന്നുണ്ടോ സാധനം?
ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായ ധാരണ വേണം. ഞാൻ പറഞ്ഞത് അല്ല ഹാഷ്മി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ത് വളച്ചൊടിച്ച് ഒന്നും വളച്ചൊടിച്ചിട്ട് താങ്കൾ പറഞ്ഞാണ് പരിശോധിച്ച് അന്വേഷണം തുടക്കം മുതൽ കാണാൻ പറ്റി.